സ്വാഗതം ശർമാജി. നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. മഹേഷ് ചന്ദ്രനാണ് കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോഴുള്ള കമ്പനിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിയിൽ കുടുംബപരമായുമൊക്കെ ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ. എന്താണ് ഇതിനൊക്കെ ഒരു പ്രതികാരം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പ്രതിവിധി പരിഹാരമാണ് ചോദിച്ചത്. ഈ ഗ്രഹനിലയിലും ചൊവ്വാപ്പഴയാണ്. ചൊവ്വാപ്പഴ എന്ന് പറയുമ്പം ഭരണി നക്ഷത്രമാണ്. 10 വർഷം ശുക്രദശയും 16 വയസ്സ് വരെ ആദിത്യദശയും 26 വയസ്സ് വരെ ചന്ദ്രദശയും 32-33 വയസ്സ് വരെ ചൊവ്വാദശയുമാണ്. ശനി ദൃഷ്ടിയുള്ള ചൊവ്വയാണ്. അത് ശനി മേടൻ രാശിയിൽ നിന്നുകൊണ്ട് ചൊവ്വയെ ക്ഷീണമായ രാശിയിൽ നിന്നുകൊണ്ട് നീചനായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു നീചൻ നോക്കുന്നു, ഒരു കശ്മരൻ. അതൊരു ശല്യമാണ്. എത്ര സത്യസന്ധമായ ഒരു യുവതിയാണെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നേരെ എതിരെ ഒരു വീട്ടിൽ നിന്നൊരു ക്രിമിനൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് രൂക്ഷമേറിയ പാട്ടുമൊക്കെ വെച്ച് നോട്ടോ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അയാൾ പിടിച്ചോ ആക്രമിച്ചോ ഒന്നുമില്ല. പോലീസ് പരാതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കോടതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സമൂഹത്തിലിറങ്ങി കരപ്രമാണിമാരോടോ അല്ല ഗുണ്ടായോടോ പറഞ്ഞ് വല്ലതും ചെയ്യാൻ പറ്റുമോ? അയാളും അവിടെ താമസിക്കുന്നതാണ്. ഞാൻ നോക്കി, അതിന് എത്ര വലിയ തെറ്റ്. അവിടെ ഇരുന്നു പൂമുഖത്ത് കസേരയിട്ട്. പക്ഷേ ആൾ പ്രശ്നമാണ്. ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് മൊബൈൽ വിളിച്ച് ചില ഏടാകൂടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം നമ്മൾ സഹിക്കേണ്ടി വരും. ഒരു ഉപമയായം പറഞ്ഞത്, ഇതിനൊക്കെ വേറെ പോംവഴികളുണ്ട്, എന്നിരുന്നാലും ആ ശനി ദൃഷ്ടിയുള്ള ചൊവ്വയാണ്. അപ്പം കുടുംബം, ആരോഗ്യം, ജോലി, കുടുംബത്തിലെ സഹോദരങ്ങൾ, സഹോദരി, സഹോദരന്മാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയെല്ലാം കാര്യമായി ദോഷകരമായി ബാധിക്കുന്ന ഒരു ദശാകാലമാണ് 33 വയസ്സ് വരെ. അതിൻ്റെ കൂടെ വർഷഫലം പറഞ്ഞപ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ 15 നാഴിക ഏതര ശനിയും 3 വ്യാഴവും കൂടിയാണെന്ന് അനു ജോസഫ് പറഞ്ഞു. അത് ശരിയാണ്. അതിൻ്റെ വിസ്തരിച്ചുള്ള പറയാം. മുടിഞ്ഞു വാഴും മാനം കെടുത്തും മുറവിളി കൂട്ടും മരണം കേൾക്കും മാതൃവഴി പിതൃവഴി മാതില വഴി മക്കൾ വഴി മരുമക്കൾ വഴി സഹോദരങ്ങൾ വഴി ഒക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ പണ്ടേ ദുർബല, പിന്നെ പ്രഗ്നൻ്റ്, അത് കഴിഞ്ഞ് വലിവിൻ്റെ രോഗം, അത് കഴിഞ്ഞ് സൈക്കാട്രിസ്റ്റിൻ്റെ ഗുളിക, മന്ത്രവാദിയുടെ തല്ല് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടെ അനുഭവിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഈ ചൊവ്വായും കൂടെ ദോഷകരമായി നിന്നപ്പം ചിലപ്പം ഈ കെട്ടിച്ച് വിട്ട പെങ്ങൾ ചിലപ്പോൾ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു സ്വഭാവവും പെണ്ണുങ്ങൾക്ക് തത്തുല്യമായ അവകാശമൊക്കെ ഇപ്പോൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പം വ്യാഴം 4ാമത്തേക്ക് ഭരണി നാളിന് അല്ലെ മേടരാശിക്കാർക്ക്, അശ്വതിക്കാർക്കും ഭരണിക്കാർക്കും കാർത്തികക്കാർക്കും വരികയാണ്. 4ാം വീതിക്കേണ്ട 4ആയിട്ട് അല്ലെ 3ആയിട്ട് വീതിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഇത് പ്രസ്ഥാനത്തെയും കടയെയും വ്യവസായ സ്ഥാപനങ്ങളെയും വീടിനെയൊക്കെ ബാധിക്കും. അവിടെ പാർട്ടീഷൻ വരും. അതിലെ വഴിക്ക് വീതി കൂടേണ്ടി വരും. അപ്പം വീടിനകത്തൂടെ വഴി പോകേണ്ടി വരും. ആളുടെ സ്വത്തുക്കൾ പോയി. അപ്പം കെട്ടിച്ച് വിട്ടവർക്ക് ആനുകൂല്യം കൊടുക്കണ്ടേ? എന്നിട്ട് വേണ്ട ഇത് വിൽക്കാൻ. അതിന് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴത്തേനും നിന്നെ കെട്ടിച്ച് വിട്ടതിന് സ്ത്രീധനത്തിനൊക്കെ ചിലവുണ്ട് എന്നൊക്കെ പറഞ്ഞ് കശപിശിയായി ഒരു സ്റ്റേ അവിടെ കിടക്കും. ഇനി അതിൻ്റെ പിന്നാലെ ഓടണം. അപ്പോൾ ഇതെല്ലാം ബാധിക്കുന്നത് ഈ ചൊവ്വാദശയിലാണ്. അപ്പം പ്രത്യേകിച്ച് മേടരാശിയും കൂടി ആയിക്കഴിഞ്ഞപ്പം പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി, സാത്താൻ്റെ ഉപദ്രവം എന്ന് പറഞ്ഞ മാതിരി ഇതിനൊക്കെ ഓടി നടക്കേണ്ട ഇതും ആരോഗ്യഹാനി ഉള്ള കാശെല്ലാം കൂടെ എൻ്റെ സ്ത്രീധനം കൂടെ എടുത്തല്ലേ നിങ്ങൾ അവളെ കെട്ടിച്ച് വിട്ടേ. ഇപ്പോൾ കണ്ടു, അനുഭവിച്ചു. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക എന്ന് പറഞ്ഞ് ഭരണക്കെട്ടും എല്ലാം കെട്ടി അങ്ങനെ അതിന് പുറമേ ഒരു വക്കീൽ നോട്ടീസ് കൊടുത്തു. ഇതെല്ലാം കൂടെ വന്ന് സഹിക്കേണ്ട ഒരാളാണിപ്പോൾ. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും മനം നൊന്ത് ദേവിയെ പ്രാർത്ഥിക്കുക, സാധുക്കൾക്ക് അന്നദാനം ചെയ്യുക, അടുത്ത ഭഗവതി ക്ഷേത്രത്തിൽ നടഗുരുതി ചെയ്യുക, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ ചൊവ്വയുടെ പ്രതിനിധികളാണ്. അവിടെ പോയി നാരങ്ങാമാലയൊക്കെ ചാർത്തുക. എന്നിട്ട് അതോടൊപ്പം മനം നൊന്ത് പ്രാർത്ഥിക്കുക.
ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് സഹനശക്തിയോടെ ഇവയ്ക്ക് കൊടുത്തു തീർക്കേണ്ട പരിഹാരങ്ങളെല്ലാം കൊടുത്തു തീർക്കുക. ഇങ്ങനെ വരുമ്പോൾ സമാധാനങ്ങളുണ്ടാവും. അപ്പോഴത്തേനും വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വരും. അതായത് 2026 മെയ് ജൂൺ ആവും. അപ്പം ഇതിൻ്റെ അധികാരവും സ്വത്തുക്കളും ഒക്കെ ഭാഗപത്രങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ കുടുംബത്തിൽ ശാന്തിയും സമാധാനവുമാവും. കിട്ടേണ്ടത് കിട്ടി, കൊടുക്കേണ്ടത് കൊടുത്തു, സമാധാനമായി. ഇതിൻ്റെ ഒരു മഴയ്ക്ക് മുമ്പുള്ള കൊള്ളിയാൻ പോലെയുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയതും നമുക്ക് കത്ത് വന്നതും അനുജോസഫ് അത് വായിക്കാനിടയായതും ഞാനിത് വിസ്തരിക്കാനിടയായതും താങ്കൾ അല്ലെങ്കിൽ പ്രേക്ഷകരിത് കേൾക്കാനിടയായതും എല്ലാം ഈ രാശിക്കാരുടെ മൊത്തത്തിലുള്ള ഒരു ഫലമാണ്. ചൊവ്വ മൗഢ്യമായിട്ട് നിൽക്കുന്നവർക്കും ശനിദൃഷ്ടിയുള്ളവർക്കും രാഹുദൃഷ്ടിയുള്ളവർക്കുമൊക്കെ ഇത്തരം ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടുന്ന അവനവൻ്റെ സ്വന്തമായ കാര്യങ്ങളല്ല, ചിലപ്പം സഹോദരങ്ങൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ അയലോക്കക്കാർക്ക് വേണ്ടിയോ ഗൾഫിലേക്ക് കൊണ്ടുപോയ സുഹൃത്തിന് വേണ്ടിയൊക്കെ കുരിശക്കേറേണ്ട സമയമുണ്ട്. ഈ സന്ദർഭമാണ് ഇപ്പം വിവരിച്ചത്. ഈ ചൊവ്വ പ്രീതി ചെയ്ത് ഈ പ്രശ്നം കഴിവതും സോൾവ് ചെയ്യാം. വരുന്ന മെയ് ജൂണോട് കൂടി ഇതിനകത്തൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് വീണ്ടും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കത്തെഴുതുക. നന്ദി, നമസ്കാരം.